ആമവാദം അല്ലെങ്കിൽ സന്ധിവാദങ്ങൾ യൂഷ്വലി വരുമ്പോൾ നമ്മൾ ഡിസീസ് മോഡിഫൈങ് ആൻറ്റി റൊമാറ്റിക് ഡ്രഗ്സ് ആണല്ലോ പേഷ്യൻസിന് ഇടുക. സോ എല്ലായ്പ്പോഴും പോലെ നമ്മൾ യൂഷ്വലി ഒരു ലോ അല്ലെങ്കിൽ മീഡിയം ഡോസ് വാദത്തിൻ്റെ മരുന്ന് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാജുവലി ഓരോ വിസിറ്റിനും പേഷ്യൻ്റ് നോക്കണം. പേഷ്യൻ്റെ സിംറ്റംസ് ബെറ്റർ ആയോ, അവരുടെ ബ്ലഡിലെ ടെസ്റ്റുകൾ ചെയ്ത് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഒക്കെ കുറയുന്നുണ്ടോ നോക്കണം. സോ നമ്മൾ എത്രയും വേഗം നോക്കുന്നോ അത്രയും നല്ലത്. നമ്മൾ പണ്ടത്തെ ഒരു ചികിത്സാ രീതിയുണ്ട്, ഒരു വാദത്തിന് മരുന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ ഒരു ഡോസ് ചിലപ്പോൾ പേഷ്യൻ്റ് ഒരു 5-6 മാസം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വർഷത്തോളം ആ പേഷ്യൻ്റ് ഒരേ ഡോസ് എടുക്കും. പക്ഷേ ഇപ്പോഴത്തെ രീതി അങ്ങനെയല്ല. ഇപ്പോഴത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രീറ്റ് ടു ടാർഗറ്റ്. സോ ഒരു ടാർഗറ്റ് ലെവലുണ്ടാവും. ഓരോ വാദത്തിൽ ഒരു നമ്മൾ ഡിസീസ് ആക്ടിവിറ്റി നോക്കുന്ന കുറേ മെഷേഴ്സ് ഉണ്ട്, ടൂൾസ് ഉണ്ട്. അതായത് പേഷ്യൻ്റെ ജോയിൻറ്റ് സിംറ്റംസ്, അവർ നീര്, അവരുടെ ബ്ലഡിലെ ടെസ്റ്റ്, ഈ ഓരോ പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ അസുഖം കുറഞ്ഞു വരുന്നുണ്ടോ നോക്കുക. സോ അതിനൊരു ടാർഗറ്റ് ലെവലുണ്ട്. ഇപ്പോൾ ആമവാദത്തിനാണെങ്കിലും അല്ലെങ്കിൽ സ്പോണ്ടിലോആർത്രൈറ്റിസ് ആണെങ്കിലും അല്ലെങ്കിൽ സോറിയാറ്റിക് ആർത്രൈറ്റിസ്, അതിനൊരു പർട്ടിക്കുലർ ലെവലുണ്ട്. ഈ ഒരു ഡിസീസ് ടാർഗറ്റ് ലെവലിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ അല്ലെങ്കിൽ മരുന്നുകൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഓരോ പ്രാവശ്യവും നമ്മൾ പേഷ്യൻ്റ് വിസിറ്റിൽ വരുന്നത്. സോ ട്രീറ്റ് ടു ടാർഗറ്റിലേക്ക് എത്തിക്കണം. സോ അതെങ്ങനെ എത്തിക്കാൻ പറ്റും? നമ്മൾ ഓരോ വിസിറ്റിൽ മരുന്ന് ഹൈക്ക് ചെയ്ത് കൊണ്ടുവരണം ടിൽ ദി ഡിസീസ് കംസ് അണ്ടർ കൺട്രോൾ. സോ പണ്ടത്തെ ഒരു രീതിയാണ് നമ്മൾ ഒരേ മരുന്ന് കണ്ടിട്ട് ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് ഇതേ ഒരു മരുന്നുള്ളൂ എന്നുള്ളത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നമ്മൾ ഒരു മരുന്നിൽ കൺട്രോൾ ആയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കൂടുതൽ വാദത്തിൻ്റെ മരുന്ന് ഇട്ടിട്ട് ഡിസീസ് വേഗം കൺട്രോൾ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് നമ്മൾ യൂഷ്വലി ഡയബറ്റീസിലോ അല്ലെങ്കിൽ BP പേഷ്യൻസിന് മരുന്ന് കൊടുക്കുന്ന പോലെ ഒരു ഡ്രഗ് കൊണ്ട് നിങ്ങളുടെ ഷുഗർ കുറഞ്ഞില്ല, ഡയബറ്റീസ് കുറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ഓൺ മരുന്നുകൾ ഇടുമല്ലോ. സിമിലർലി ഫോർ BP ഉള്ളവർക്കും അതേപോലത്തെ ട്രീറ്റ്മെൻറ്റാണ്. ഒന്നിൽ കുറഞ്ഞില്ലെങ്കിൽ ഒന്ന് കൂടുതൽ. സോ അതേപോലെ തന്നെ വാദത്തിലും ആണെങ്കിലും നമ്മൾ ഒരു മരുന്നിൽ കുറഞ്ഞില്ലെങ്കിൽ ഒന്ന് കൂടുതൽ വാദത്തിന് മരുന്നുകൾ ഇട്ടിട്ട് ഡിസീസ് ആക്ടിവിറ്റി വേഗം കൺട്രോൾ ചെയ്യണം. സോ ദാറ്റ് ഈസ് ഡിസീസ് ആക്ടിവിറ്റി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രീറ്റ് ടു ടാർഗറ്റ് എന്നുള്ള ലെവലിലേക്ക് എത്താൻ പറ്റും.